കണ്ണൂർ കൂത്തുപറമ്പിൽ മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ പിതാവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് മുള്ളൻ പന്നി ആക്രമിച്ചത്. മുള്ളു കയറി സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, കാട്ടുപന്നിയെ കൊണ്ടും കാട്ടുപോത്തിനെ കൊണ്ടും കാട്ടാനയെ കൊണ്ടും ഒരു രക്ഷയുമില്ല. ഇപ്പോഴിതാ മുള്ളൻ പന്നിയും ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഏറ്റവും പ്രധാനമായി ഈ മുള്ളൻ പന്നിയുടെയും കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും ആക്രമണത്തിൽ ജനം പൊറുതി മുട്ടിയിരിക്കുന്നത് വെറുതെ ഒരു ഭംഗി വാക്കായോ അല്ലെങ്കിൽ അതിശയോക്തി കലർത്തിയോ പറയുന്നതല്ല. അതൊരു യാഥാർത്ഥ്യമായി നമുക്കൊക്കെ അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കൂത്തുപറമ്പ് മൊകേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു കർഷകൻ കൊല്ലപ്പെട്ടത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ ഒരു കുട്ടിയുടെ ദേഹമാസകലം ഈ മുള്ളുകൊണ്ട് പരിക്കേൽക്കുകയും ഒരു കൈപ്പത്തി തുളച്ച് ഈ മുള്ളൻ പന്നിയുടെ മുള്ള് കയറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ഈ ഷാദിലിനും അതുപോലെ തന്നെ പിതാവിനോടൊപ്പം പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് മുള്ളൻ പന്നി റോഡിൽ കുടുകെ ചാടിയത്. അതോടുകൂടി തന്നെ വാഹനം മറിഞ്ഞ് റോഡിലേക്ക് വീഴുന്നു. ആ ഘട്ടത്തിലാണ് മുള്ളൻ പന്നിയുടെ മുള്ള് സാധാരണ രീതിയിൽ ഇങ്ങനെ കുടഞ്ഞത്. അതോടുകൂടി തന്നെ ഇവരുടെ ദേഹത്താസകലം മുള്ള് പതിക്കുന്നൊരു സ്ഥിതിയുണ്ടായി. 12-ലധികം സ്ഥലങ്ങളിൽ മുള്ള് പതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൽ ഒരു മുള്ള് കൈപ്പത്തി അങ്ങനെ തന്നെ തുളച്ച് കയറിപ്പോയ അത് നമ്മുടെ ആ ഫോട്ടോ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നത്. ഈ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ രീതിയിൽ പല മേഖലയിലും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് എല്ലായിടങ്ങളിലെയും ജനങ്ങൾ ഒരുപോലെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സുജിയ.